ശ്രീകൃഷ്ണ ജയന്തിക്ക് മുന്നോടിയായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പതാകാ ദിനവും ഗോപൂജയും ആചരിച്ചു. മയൂർവിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇത്തവണയും ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനം വലിയ ആഘോഷങ്ങൾക്ക് വേദിയാകുകയാണ്. ഇതിനു മുന്നോടിയായി മയൂർവിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ഡൽഹിയിലെ 27 സ്ഥലങ്ങളിൽ പതാക ദിനം ആചരിച്ചു. ചടങ്ങുകളുടെ ഭാഗമായി ഗോപൂജയും സംഘടിപ്പിച്ചു. ഡൽഹി മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി വിജയാത്മാനന്ദ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ ലോകത്തുള്ള അധികം കാര്യങ്ങളും 90-80% കാര്യങ്ങളും മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം അതിനൊക്കെ നമ്മൾ പൂർവികർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനെ സ്വീകരിക്കുക, അതിനെ അനുവർത്തിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇത് നമ്മുടെ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഇമ്പാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതെല്ലാം ഈ നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളും ഗോപൂജയും ഒക്കെ എല്ലാം ഇറ്റ് ഈസ് പെർട്ടിനന്റ് ഈവൻ ടുഡേ, ഇറ്റ് ഈസ് പെർട്ടിനന്റ് എവറി ടൈം. ബാലഗോകുലം ഡൽഹി NCRൽ ഇന്ന് 27 പ്രദേശങ്ങളിലാണ് പതാക ദിനം, ഗോപൂജ, വൃക്ഷപൂജ, രക്ഷാബന്ധൻ എന്നീ മഹോത്സവങ്ങളോടുകൂടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി ബാലദിനത്തിനുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. മയൂർവിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം പ്രസിഡന്റ് രമേശ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ഗോമാംസം ഭക്ഷിക്കാതെ ഇരിക്കുകയും ഗോമാംസ സംഭൂജികളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഗോമാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്. ജനം, ഡൽഹി.